തൃശ്ശൂരുകാരുടെ ഈ വികാരത്തിൽ കയറി തൊട്ടാൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ അത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്നും തിരിച്ചറിഞ്ഞ് സുനിൽകുമാർ ഓടിയെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. എന്ന് മാത്രമല്ല, ഈ പ്രതിസന്ധിക്ക് അയവുണ്ടാക്കിയതും പരിഹാരമുണ്ടാക്കിയതും തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ്. രാത്രി മുഴുവൻ ഉറക്കിളച്ച് സുരേഷ് ഗോപി ദേവസ്വങ്ങളോട് സംസാരിച്ചും ചർച്ച ചെയ്തും പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്തു. മന്ത്രി രാജനടക്കമുള്ളവർ ശ്രമിച്ചിട്ടും നടക്കാതെ പോയത് സുരേഷ് ഗോപിയുടെ അതിശക്തമായ ഇടപെടൽ മൂലം നടന്നു. സുരേഷ് ഗോപിയാണ് ഭക്തരെ തണുപ്പിച്ചത്. സുരേഷ് ഗോപിയാണ് ദേവസ്വം ബോർഡിനെ അനുനയിപ്പിച്ചത്. ചടങ്ങുകൾ അലങ്കോലപ്പെട്ടെങ്കിലും അതിന്റെ ഓളം നഷ്ടപ്പെട്ടെങ്കിലും തൃശൂർ പൂരം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സുരേഷ് ഗോപിയുടെ ശക്തമായ ഇടപെടലാണ്. വാസ്തവത്തിൽ ഇന്നലത്തെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ തൃശൂരിൽ വീരപരിവേഷമാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപി ആ ദിവസം മുഴുവൻ മൗനം പാലിച്ചെങ്കിലും ഇന്നലെ മാധ്യമങ്ങളോട് ഈ നെറികേടിനെതിരെ തുറന്നു പറഞ്ഞു. വെടിക്കെട്ടിൽ വെള്ളമൊഴിക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണം വരെയാണ് സുരേഷ് ഗോപി ഉയർത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്.